ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വില്ലാമയിലൊക്കെ പോവാണ്. പിന്നെ നാളെ ഡൽഹിയിലും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും ഒക്കെ നമ്മൾ വീട്ടിൽ എത്തിയിട്ട് വന്നു. അപ്പം ഇതൊക്കെയാണ് ഫുഡ് വന്നത്. നോക്ക്, ഞാൻ ഇത് ചിക്കൻ മലയായി ടിക്കയാണ്. പിന്നെ അത് ക്രാബിൻ്റെ ഷെല്ലാണ്. ഇത് ക്രാബിൻ്റെ ഷെല്ലാണ്. ക്രാബിൻ്റെ ഷെല്ലാണ് എൻ്റെ പേര്. പിന്നെ അതൊക്കെയാണ് ആഹാരം. പിന്നെ ഒരു ലാംബ് ഷോസ് എങ്ങാണ്ടുണ്ട്. അത് മെയിൻ കോഴ്സായിട്ടേ വരത്തുള്ളൂ. പിന്നെ പാസ്ത ഉണ്ട്. അതും ലാമ്പിൻ്റെ പാസ്തയാണ്, മട്ടൻ പാസ്തയാണ്. അപ്പം അതൊക്കെ ഇനി വരാനുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ടർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അമ്മ അതിന് മുമ്പേ കഴിച്ചു തുടങ്ങി. അമ്മയ്ക്ക് ഭയങ്കര കൊതിയാണ്. ലാബിൽ നിന്ന് പറഞ്ഞ സീ ഫുഡ് ഇത്തിരി കൊതിയുള്ള സാധനം. ഓക്കെ, അപ്പം നാളെ ഡൽഹിയിലൊക്കെ പോവാണ്. ഇനി വീട്ടിൽ എത്തിയിട്ട് വേണം പാക്ക് ചെയ്യാൻ. സോ ഇനി മെയിൻ കോഴ്സ് വരുമ്പോഴത്തേക്ക് ഞാൻ പറയാം കേട്ടോ. പിന്നെ എന്താണ്, ഒന്നുമില്ല. അപ്പം മെയിൻ കോഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇപ്പോഴാണ് മനസ്സിലായ മട്ടൻ പാസ്ത അല്ല, ഇത് ചിക്കൻ പാസ്ത. പിന്നെ അത് ലാംബ് ഷാക്സ്, ബ്ലാക്ക് സീബാസ്. അപ്പോൾ ക്രാബ് അമ്മ എങ്ങനെ കഴിച്ചത്? ആ ക്രാബിൻ്റെ അകത്തുള്ള എല്ലാം അങ്ങ് കഴിച്ചിട്ട് ഷെല്ലങ്ങ് വിട്ടു. ഷെല്ല് വേണ്ട, ഷെല്ലങ്ങ് വേണ്ടാന്ന്. എന്നിട്ട് ഇതൊക്കെയാണ് അതിൻ്റെ തുടങ്ങിയ ഭയങ്കര ഇതാണ് ഇപ്പം എല്ലാ വീഡിയോയിലും നമ്മളിപ്പം ചെയ്തിട്ടുള്ള 2 വീഡിയോ ആപ്പാടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ എല്ലാ വീഡിയോയിലും എൻ്റെ അച്ഛൻ, അമ്മ, ഞാൻ അങ്ങനത്തെ ഒക്കെ ആയിട്ടാണ്. പക്ഷെ ഇന്നൊരു പുതിയ ആളും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അത് ഇന്ന് മാത്രമാണ് കേട്ടോ. അല്ലാതെ പിന്നെ എല്ലാ ദിവസവും അച്ഛൻ, അമ്മ, ഞാൻ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പം ആ ആളുടെ പേര് ദിനു എന്നാണ്. ഞാൻ വിളിക്കുന്ന ദിനുകൾ എന്നാണ്. അപ്പം ഇതാണ് ആൾ. അപ്പം അച്ഛൻ്റെ വീട്ടിൽ പോലീസിലെ ഒരാളാണ്. പിന്നെ എന്താ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടെ വണ്ടർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇത് ട്രാവൻകൂർ പ്രിൻസിൻ്റെ അമ്മ വീട്ടിലെ ഒരു അമ്മ വീട് എന്ന് അറിയപ്പെടുന്ന ഒരു ബിൽഡിങ്ങിലൊന്നാണിത്. സോ ഇനി നമുക്ക് ഇതൊക്കെ പറയാം. ഓക്കെ, അപ്പം ഇത് ഒരു ക്യാൻഡിൽ. ഇത് പൂ പോലെ ഇരിക്കുന്ന എന്തോ ഒരു സാധനമാണ്. ഇതൊക്കെ പൂവാണെന്ന് എനിക്ക് അങ്ങനെ ഉറപ്പില്ല. ഇത് പൂവാണോ എന്ന് എനിക്ക് അങ്ങനെ ഉറപ്പില്ല. അല്ല, ഇത് ഫ്രൂട്ട് എങ്ങാണ്ടാണ് കേട്ടോ. ഇത് കഴിക്കാൻ പറ്റൂലെന്നാണ്. ഇത് ഫ്രൂട്ട് എങ്ങാണ്ടാണ്. ആദ്യം ഞാൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു പൂവായിരിക്കും. നിങ്ങളെ പേടിപ്പിച്ച് വയസ്സും പറഞ്ഞു. അതോ ഇത് ക്യാൻറ്റീന് കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ബോള് തന്നെ. ബോള് നമ്മളെ ഇത് ബോൾ. ഇനി നമുക്ക് കുറേ മീനുകളൊക്കെ ഉണ്ട് കണ്ടോ. സോ ഇതിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ ഇപ്പം ആ ആള് പറഞ്ഞു തന്നു, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് പറഞ്ഞു ഇതൊരു പൈൻ ഫ്ലവർ ആണെന്നാണ് ഇത് പറയുന്നത്. പൈൻ മരത്തിൻ്റെ എനിക്കൊന്ന് ഇത് എക്കോണാണെന്ന് തോന്നുന്നു. മറ്റേ ഓക്ക് ട്രീയുടെ ഒരു നട്ടുണ്ടല്ലോ, അതാണ് തോന്നുന്നു. ഇത് വേറെ എന്തോ. ഇത് ഇന്ന് എൻ്റെ ആഴത്തിലും വെച്ചതാണ്. പക്ഷേ ഈ ചെറിയൊന്നുമല്ല. ഇത് കഴിക്കാൻ പറ്റുന്നതല്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ആൾക്കാരെങ്കിലും കഴിച്ചു. പക്ഷെ എൻ്റെ ബാക്കിലൊരു കൊമ്പ് കണ്ടാ. സോ അപ്പോൾ അതൊക്കെയാണ്. സോ ഇനി നമുക്ക് മീനുകളൊക്കെ ഇതെന്തോ ഒരു വിളക്കാണ്. പക്ഷെ ഇത് ക്രിസ്മസ് ട്രീ ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ്
മനസ്സിലായി ഇതൊരു വിളക്കാണെന്ന്. ക്രിസ്മസ് ട്രീ അവർ ഇതുവരെയായിട്ടും വെച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഇതൊരു വിളക്കാണ്. എന്തോ വാളിവള എന്തോ ഒരു വിളക്കാണ്. ഈ വിളക്കിൻ്റെ ഈ വിളക്കിൻ്റെ പേരെന്തായിരുന്നു? അപ്പം ഇതാണ് വിളക്ക്. ഓ ഇതാണ് ഇത് മീൻ. അതാണ് ഷാർക്കും. ബാക്കി എല്ലാം ഉള്ളതെല്ലാം എന്തോ കോയി ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. അപ്പം ഇത് തൊട്ട് പിന്നെ ഫിഷുകളെല്ലാം പിന്നെ അങ്ങോട്ട് ഇതുവരെ അങ്ങ് കണ്ടിന്യൂ ചെയ്യണം. ഈ സ്റ്റെപ്പാണ് അതിനെ ബോർഡർ ചെയ്യുന്നത്. പറഞ്ഞാൽ ആ നടുക്കുള്ള ഭാഗം അങ്ങ് മാറ്റി കളഞ്ഞു. സ്റ്റെപ്പ് അങ്ങ് ഇതായിരുന്നു. പിന്നെ എനിക്ക് എപ്പോഴും പേടി വന്ന സാധനമാണ്. ഞാൻ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും ഇത് കുലുങ്ങി ഞാൻ അങ്ങ് വീഴുമെന്ന്. പിന്നെ ഇവിടെ ഞാൻ അറിയാതെ കാല് വെച്ചങ്ങ് വീഴുമെന്ന് ഞാൻ വിചാരിക്കും. ഭയങ്കര പേടിയാണ്. ഇത് ഇൻസൈഡ്, ഇതൊക്കെയാണ് ഇൻസൈഡാണ്. അപ്പം ഇന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് പാക്കൊക്കെ ചെയ്തിട്ട് നേരെ കിടന്ന് ഉറങ്ങണം. 11:30 നാളെ ഫ്ലൈറ്റാണ് ഡൽഹിക്ക് പോകാനേ. സോ അപ്പം ഇനി പാക്കുകളാണ്. ഇതാണ്ട് എൻ്റെ അമ്മ അവിടെ വന്നിരിക്കുകയാണ്. ഹായ് ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി. ഇനി നമുക്ക് അവിടെ പോയിട്ട് പ്ലാൻ ചെയ്യണം. പ്ലാനല്ല, പാക്ക് ചെയ്താ പിന്നെ കിടന്നുറങ്ങാം. അപ്പം പെട്ടെന്ന് പോയിട്ട് അവിടെ തന്നെ പാക്കൊക്കെ ചെയ്യണം. അപ്പം നമ്മുടെ വണ്ടി വരികയാണ്. നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങോട്ട് വരികയാണ്. സോ അപ്പം ശരി. ഇനി പിന്നെ വീട്ടിലെത്തിയിട്ട് കാണാം. സോ ഒരു കാര്യം ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പാക്ക് ചെയ്യുന്നില്ല കേട്ടോ. നാളെ രാവിലെ പാക്ക് ചെയ്യാനാണോ എനിക്കറിയത്തില്ല. എത്ര മണിക്കാണ് എണീക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. 5-4 മണിയാണെങ്കിൽ ഞാൻ കഴിയുന്നു പോയി. സോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതൊന്ന് കാണിക്കാൻ വന്നത്. ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ പണ്ട് ഒക്കെ നമ്മൾ ഇപ്പം നമ്മൾ ഫോണും കമ്പ്യൂട്ടറും അതിൽ മെസ്സേജ്, വോയിസ് മെസ്സേജ്, വീഡിയോ കോള്, ഓഡിയോ കോള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ആ സമയം പണ്ട് നമ്മൾ ക്രിസ്മസ് കാർഡുകളായിരുന്നു ഉപയോഗിക്കുന്നത്. സോ ഇതുണ്ടോ, ഇത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ദിനങ്ങൾ തന്ന ഒരു ക്രിസ്മസ് കാർഡാണ്. ഇതുണ്ടോ, ഇതാണ് നമ്മളൊരു മാസ്റ്ററാണ്. ടു മാസ്റ്റർ ഭരത് ഡി കൃഷ്ണ. മിസ്റ്ററിനായിരുന്നു സത്യം പറഞ്ഞാൽ. ഏകദേശം. സോ ഇത് വീട്, ഇത് ബോള്, ഇത് ബോളും പോവും. ഇതെന്തോ തുണി പോലെ ഇരിക്കുന്നത്. ബോളിൻ്റെ മണ്ടയിൽ തുണി അതേപോലെ. സോ ഇതാണ് ഡിയർ ബ്ലറർ. അത് എൻ്റെ പ്രൈവറ്റ് നെയിമാണ്. സോ അത് നമുക്ക് ഞാൻ കാണിക്കുന്നതല്ല. ഓക്കെ ഓക്കെ. വിഷ് യു എ മാരിവില്ല. വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയറിന് ഇപ്പം ഞാൻ ഹാപ്പി ക്രിസ്മസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഹാപ്പി ന്യൂ ഇയറിന് നമ്മൾ അടുത്ത വേറെ വീഡിയോ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ പറയാത്ത. സോ ഹാപ്പി ക്രിസ്മസ്. സോ നെക്സ്റ്റ് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് എന്താണെന്ന് എനിക്കിപ്പോഴും കോളോ ഇതെന്താ എനിക്ക് എന്താണെന്നറിയില്ല. എന്തായാലും ഇത് കണ്ടോ, BDK റോക്സ് വൈറ്റി. റോക്സിൻ്റെ സ്പെല്ലിങ് തെച്ചു കേട്ടോ. റോക്കാന്നാണ് എഴുതിയിരിക്കുന്നത്. ഓ ഗൈസ്, ഇത് സി അല്ലായിരുന്നു കേട്ടോ, ഇത് ബ്രാക്കറ്റ് ആയിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ടു BDK റോക്സ് വൈറ്റി. അങ്ങനെയാണ്. സോ അപ്പം ഇനി ക്രിസ്മസ് വീഡിയോ ഇനി കുറച്ച് നേരം കൂടെ ഇതുണ്ട്. പിന്നെ
ഭയങ്കര തണുപ്പടേ. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ വന്നിട്ട് തണുപ്പ് പഠിക്കുന്നത്. ആദ്യം പറഞ്ഞ ഇതിനേക്കാളും അപ്പുറത്തെ തണുപ്പ് അവിടെ ഉണ്ട്. ഇത്തിരി തിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. കളി തിരിഞ്ഞു പോയി. മൊത്തം കൂടെ ഗുലുമാലാണ്. കാരണം ഇവിടെ ഞാൻ ആദ്യമായിട്ട് തണുപ്പ് കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെയാണോ അവിടെയാണോ നല്ല തണുപ്പ് എനിക്കറിയില്ല. തണുപ്പ് ഉണ്ടായിരുന്ന അവിടെ അല്ലെങ്കിൽ ഇവിടെ തണുപ്പ് ഉണ്ടാ എനിക്കറിയില്ല. എൻ്റെ സ്വന്തം വീട്ടിൽ തണുപ്പ് എനിക്ക് തൊട്ടടുത്തിരിക്കണോ. മൊത്തം കൂടെ ഗുലുമാലാണ്. അപ്പം ശരി, എന്നാൽ ഇനി നമുക്ക് നാളെ എയർപോർട്ടിലെത്തും ഗൈസ്. എയർപോർട്ടിലെത്തി ഡൽഹിയിലെത്തിയിട്ട് കാണാം. അല്ല, അതിനു മുമ്പ് തന്നെ നാളെ രാവിലെ പാക്കിംഗ് ഒക്കെ ഒന്ന് കാണണമല്ലോ. അപ്പം അതും കൂടെ കാണിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത പാട്ട് ഇടുകയാണ്. സോ